വേണ്ടി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ ആർ ഫലംരാജിനെ ക്ഷണിക്കുന്നു. KHSയുടെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ രാവിലെ പങ്കെടുക്കേണ്ടതായിരുന്നു ഈ പരിപാടിയിലേക്ക്. പക്ഷെ വളരെ അർജൻറ്റായിട്ടുള്ളൊരു KPCC നേതൃയോഗം ഓഫീസിൽ ചേർന്നുകൊണ്ടാണ് എത്താൻ വൈകിയത്. നിങ്ങൾക്കുണ്ടായ അസൗകര്യത്തിന് ഞാൻ ക്ഷമ. നമുക്കറിയാം, KHSCA കഴിഞ്ഞ കുറേ നാളുകളായി സമരരംഗത്താണ്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഉയർത്തിയിരുന്നത്. ഒന്ന്, അശാസ്ത്രീയമായ സ്കൂൾ ഏകീകരണം പിൻവലിക്കണം എന്നാണ് നമ്മുടെ ആദ്യത്തെ ഡിമാൻഡ്. വളരെ അശാസ്ത്രീയമായ രീതിയിൽ ഒരു പഠനവും കാര്യമായി നടത്താതെ ചില അധ്യാപക സംഘടനകളുടെ താല്പര്യം പ്രകാരമാണ് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. ഒരു കാരണവശാലും അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും? വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ തന്നെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും വർദ്ധിപ്പിക്കാനും മാത്രമേ അത് സഹായകരമാവൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും സ്കൂൾ ഏകീകരണത്തിലേക്ക് പോകുന്നത് ശരിയായ ഒരു നിലപാടല്ല. അതുപോലെ കഴിഞ്ഞ 2 വർഷമായി നിയമസഭയിൽ സംസ്ഥാന സർക്കാർ നമുക്ക് നൽകിയ ഉറപ്പ് +1 പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതാണ്. പക്ഷേ കോഴ്സുകൾ ആരംഭിക്കാതെ മാർജിനൽ സീറ്റ് വർധനവുണ്ടാക്കി. നമുക്കറിയാം, 50, 60, 70 പല ക്ലാസ്സുകൾ എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ്. യഥാർത്ഥത്തിൽ 1:40 ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ വേണ്ടത്. അവിടെ ഇപ്പോൾ 70 കുട്ടികളോളം ഇരുന്ന് ഈ കുട്ടികളുടെ എണ്ണം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മാർജിനൽ സീറ്റ് വർധനവ് കൊടുക്കുന്ന നടപടിയിൽ നിന്നും ഗവൺമെൻറ് പിൻവാങ്ങണം എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ തലത്തിലേക്ക് ഹയർ സെക്കൻഡറി അധ്യാപകരെ നിയമിക്കണം എന്നുള്ള ആവശ്യം നിരവധി പ്രാവശ്യം നമ്മൾ സമരം ചെയ്തിട്ടുള്ള ജൂനിയർ ലെക്ചേഴ്സിൻ്റെ കാര്യത്തിലുള്ള തീരുമാനം അതെല്ലാം അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. ഒരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നില്ല. പേ കമ്മീഷന് റിപ്പോർട്ട് കൊടുക്കേണ്ട സമയമായി, പക്ഷെ പേ കമ്മീഷൻ പോലും രൂപീകരിച്ചിട്ടില്ല. ഞാൻ ധനകാര്യമന്ത്രിയായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഭരണകാലത്ത് പേ കമ്മീഷൻ രൂപീകരിക്കുന്ന യാതൊരു ലക്ഷണവുമില്ല. എന്നിട്ടും ഗവൺമെൻറ് 4ാം വാർഷികത്തിൽ അവകാശപ്പെടുന്നത് സാമ്പത്തികമായി ഒരു കുഴപ്പവും സംസ്ഥാനത്തിലില്ലാന്ന്. സാമ്പത്തികമായി ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ ഏകദേശം 60,000 കോടി രൂപ അധ്യാപകർക്ക് ജീവനക്കാർക്കും വേണ്ടി ഈ ഗവൺമെൻറ് കൊടുക്കാനുണ്ട്. ഖജനാവ് കാലിയല്ല എന്നാണ് ധനകാര്യമന്ത്രി ഇന്നലെയും പറഞ്ഞത്. എന്നാൽ പിന്നെ ഈ 60,000 കോടി രൂപ ഈ DA കുടിശ്ശികയും ഉൾപ്പെടെയുള്ള ലീവ് സറണ്ടറിൻ്റെ ഇഷ്യൂ ഇതെല്ലാം തീർക്കാമല്ലോ. പേ കമ്മീഷനെ വെച്ച് ധനപ്രതിസന്ധി ഇല്ലെങ്കിൽ ഇതെല്ലാം. അപ്പോൾ ഒരു വശത്ത് ധനപ്രതിസന്ധി ഇല്ല എന്ന് പറയുകയും കടക്കിണിയിലല്ല എന്ന് പറയുകയും മറുവശത്ത് ആയിരക്കണക്കിന് കോടി രൂപയുടെ ബാധ്യത ഗവൺമെൻറ് തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. അപ്പോൾ വലിയ തോതിലുള്ള ബാധ്യതയാണ് ഗവൺമെൻറ് കൊടുത്തു തീർക്കാനുള്ളത്. അപ്പോൾ പേ കമ്മീഷൻ ഉടനെ പ്രഖ്യാപിച്ച് അതിൻ്റെ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായി വാങ്ങിച്ച് പേ റിവിഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിക്കണമെന്നുകൂടി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡുകളിൽ ഒന്നാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ജൂനിയർ അധ്യാപകരുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനങ്ങൾക്ക് അപ്രൂവൽ കൊടുക്കുന്ന കാര്യത്തിലുള്ള ഡിലേ ഒരുപാട് സ്ഥലത്ത് മനഃപൂർവ്വമായി ഡിലേ വരുത്തി അപ്രൂവൽ കൊടുക്കാതിരിക്കുക. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇതിനെല്ലാം അപ്രഖ്യാപിതമായ നിരോധനമാണ് യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് കാരണം പറഞ്ഞാണ് വൈകിപ്പിക്കാൻ പറ്റുന്നത് ആ രീതിയിലെല്ലാം വൈകിപ്പിക്കാൻ ശ്രമിക്കുകയാണ്.